അതൊക്കെ UDF തിരിഞ്ഞു. എനിക്ക് അതിലേക്കൊന്നും നോക്കിയില്ല. എനിക്ക് മത്സരിക്കാൻ ഈസി ആയിട്ട് ജയിക്കാനോ വേണമെങ്കിൽ മലപ്പുറത്ത് തന്നെ മത്സരിക്കാമല്ലോ, നിങ്ങൾക്കറിയില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞ UDF അനുവദിച്ചാൽ ഞാൻ ബേപ്പൂരിലൊന്ന് മത്സരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതെന്താ? അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. നമ്മൾ ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് പിണറായിസം എത്രത്തോളം ഉണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് അഹങ്കാരമാണ്, അത് ധിക്കാരമാണ്. അത് റോട്ടിലൂടെ ഭൂമിയിലൂടെ നടക്കുമ്പം ഞാനിങ്ങനെ നടന്നാൽ ഈ ഭൂമി പിളരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക, വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണെന്നില്ല ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ബേപ്പൂരിലും കേരളത്തിലും ഉണ്ടാവും. റിയാസുമായിട്ട് മത്സരിക്കണം എന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ അഥവാ ഏതെങ്കിലും ഘട്ടത്തിൽ ബേപ്പൂരിൽ നിന്ന് റിയാസ് മാറി മത്സരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എതിർ സ്ഥാനത്ത് റിയാസായിട്ട് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അദ്ദേഹം മാറിപ്പോയാൽ എന്താ സ്ഥിതി? അദ്ദേഹം തോറ്റുപോയി. എന്തിനാ അദ്ദേഹം മാറുന്നത്? 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ കണ്ടു കാണപ്പെട്ട കോടിക്കണക്കിന് ഉറുപ്പികളുടെ വികസനവും നടത്തി എന്താ പറയുക, എല്ലാവരുടെയും ഇഷ്ടത്തോടെ നടക്കുന്ന അദ്ദേഹത്തിനെ കൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് അവരെ ആ വ്യക്തിയെ പരാജയപ്പെടുത്താനല്ലോ, അവർ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിനെ പരാജയപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യാലോ, പിന്നെ വേണമെങ്കിൽ എനിക്ക് നാട്ടിൽ പോവാ, വിഷയം തീർന്നില്ലേ. ഫണ്ട് തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നാലേ ഫണ്ട് മാത്രമല്ല, എന്താ അവർ തട്ടാത്തത്? എന്താ തട്ടാത്തൊരു കാര്യങ്ങൾ? അത് ഒരു മുതൽ തട്ടാത്ത, ഒരു പണം തട്ടാത്ത, ഒരു സമ്പത്ത് അടിച്ചു മാറ്റാത്ത ഒരു വിഷയം പറയുന്നത് എന്താ? ഇപ്പം ശബരിമലങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ SIT അന്വേഷണത്തെക്കുറിച്ച് എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും അന്നും ഞാൻ പറഞ്ഞാണ് വിശ്വസിക്കാൻ പറ്റില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്. എനിക്ക് വിശ്വാസമില്ല. മലപ്പുറത്ത് ഞാൻ ഓടിച്ചാണ്. മലപ്പുറത്ത് ഈ പറയുന്ന ശശിധരന് അദ്ദേഹം എത്രത്തോളം ബയാസ്ഡാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ആഫീസിലെ മുറ്റത്തെ മരം മുറിച്ച് മുൻ SP-നെ കുറിച്ച് പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ തയ്യാറാത്ത ഓഫീസറാ അയാളത് അന്വേഷിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും, 34.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ എത്രയാ? 439 ഗ്രാം. 34 കിലോയില് എവിടെ പോയി ബാക്കി 33 ചില്ലാൻ കിലോ സ്വർണം? വല്ല വിവരമുണ്ടോ? അപ്പൊ അത് അടിച്ചു മാറ്റിയല്ലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിയിൽ കൂടെ തുരങ്കുണ്ടാക്കിയിരിക്കണമെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ UDF വരുമ്പോഴേ അറിയുള്ളൂ തുരങ്കുണ്ടോന്നുള്ളത്. ഒരമ്പലത്തിലും ഒരു ക്ഷേത്രത്തിലും ഒന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനും അന്നദാനമൊക്കെ നടക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി. അപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മാനസികാവസ്ഥ വിഷമം നമുക്കറിയാം. അപ്പോൾ പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട്, വല്ല ഭണ്ഡാരം ഉണ്ടെങ്കിൽ ഒരു പൂട്ടും കൂടി ഇട്ട് പോയിക്കോന്ന് നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ നിങ്ങളൊന്നും പറയണ്ട, എന്തും അടിച്ചു മാറ്റും. ഞാൻ ആദ്യം മുതലേ പറഞ്ഞ വിഷയം എന്താണ്? ഈ അടിച്ചു മാറ്റലാണ്. എയർപോർട്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഈ പറയുന്ന എന്താ പറയുക ഇവിടുത്തെ ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് വ്യാപനം ഒക്കെ പണം ഉണ്ടാക്കലല്ലേ. ഒരു കുടുംബം ഇതിനങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ എന്താ ചെയ്യുന്നത്? ഒരു ഭരണാധികാരിയും കുടുംബവും അവരുടെ കൊള്ള സംഘവും ഈ നാട് മുഴുവൻ ഈ കണ്ടു കാണപ്പെട്ട കിട്ടാവുന്ന മുതലുകൾ മുഴുവൻ അടിച്ചു മാറ്റാൻ തീരുമാനിച്ചാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി ഫണ്ട് തട്ടിച്ച് നോക്കണ്ട, ഇനി പലതും വരും. ഇപ്പം നിലമ്പൂരിൽ നിന്ന് വേറെ വിളി വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരും. നോക്കാം. ഇത് തന്നെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവായിട്ട് ഈ മണ്ഡലത്തിൽ നടന്ന ഈ വികസന പ്രവർത്തനം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളത് കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വസ്തുത പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക.